പാമ്പളാനി പക്വത മതിയായ മെത്രാനായിരുന്നു എന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ട് ഈ അശുദ്ധ സമവായം കൊണ്ട് ഒരിക്കലും വരില്ലായിരുന്നു. ഇനി ഇത് സദുദ്ദേശത്തോടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇരു കൂട്ടരോടും വ്യവസ്ഥകൾ തുറന്നു പറയുകയും സമയനിഷ്ഠ പാലിക്കുകയും ചെയ്യുമായിരുന്നു. തികച്ചും സാത്താനികമായ പ്രവൃത്തിയാണ് പാമ്പ്ളാനി നടപ്പാക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അണിയറ നീക്കങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവം സത്യസ്വരൂപനാണ്. ഈ സത്യത്തെ അംഗീകരിക്കാതെ വിശുദ്ധ കുർബാനയെ പല വിധത്തിൽ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു. കൂടാതെ ആഗോള സീറോ മലബാർ സഭ മെത്രാൻ സിനഡിനെയും പാമ്പ്ളാനി വഞ്ചിച്ചിരിക്കുക തന്നെയാണ്. സീറോ മലബാർ സഭയിൽ ഒരേപോലെ ദിവ്യബലി അർപ്പിക്കുവാൻ തീരുമാനം എടുത്ത സിനഡിൽ പാമ്പ്ളാനി അംഗം തന്നെ ആയിരുന്നുവല്ലോ. പിന്നെ എന്തിന്, ആർക്കു വേണ്ടി പാമ്പ്ളാനി നിർത്തകമായ സമവായം എറണാകുളം അതിരൂപതയിൽ കൊണ്ടുവന്നു? ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്ന വിമത മെത്രാന്മാരെയും വൈദികരെയും പ്രോത്സാഹിപ്പിക്കാൻ, അവരെ സഹായിക്കാൻ തെറ്റായ ഒട്ടേറെ നിലപാടുകൾ സ്വീകരിച്ച പാമ്പ്ളാനി എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സഭയിൽ മെത്രാന്റെ ദൗത്യം നിർവഹിക്കുന്നത്? ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് യേശു വിശേഷിപ്പിച്ചത് ഇവരെ പോലെയുള്ള കപട മുഖം ഉള്ളവരെ തന്നെയാണ്. ഇവരോട് ക്രിസ്തു കാരുണ്യം കാണിക്കുമോ? ഒരിക്കലുമില്ല. സമവായത്തിന്റെ പൂർണ്ണതയിൽ എല്ലാം സംഭവിക്കും. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യാശ. അത് വിചാരിച്ച് കൈയും കെട്ടി ഒരിക്കലും ഇരിക്കാൻ സാധിക്കുകയില്ല. കർത്താവിന്റെ പദ്ധതിയിലൂടെ ആയിരിക്കും നടക്കുന്നത് തന്നെ. പലതും പലതിലൂടെ വെളിപ്പെടുക തന്നെ വേണം. 34 രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പിലായതുപോലെ എറണാകുളത്തിനും നടപ്പിലായി എന്നുണ്ടെങ്കിൽ സീറോ മലബാർ സഭയുടെ നിലവിലുള്ള അസ്തിത്വം എന്താണ് എന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് സീറോ മലബാർ സഭയുടെ ശരിയായ സ്ട്രക്ചർ എന്താണ് എന്ന് മനസ്സിലാവുന്നത്. ഇനിയും പല കാര്യങ്ങളും പുറത്തു വരാനുമുണ്ട്. സീറോ മലബാർ സഭയുടെ നവീകരണ പ്രക്രിയയിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള റോൾ ഭംഗിയായി നിർവഹിക്കാം. അതിന് നിസ്വാർത്ഥമായ മനസ്സോടെ നമ്മൾക്ക് പോരാടുക തന്നെയാണ്.